സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിനനുസരിച്ച് ജീവിതത്തിൽ പാലിക്കണമെന്ന് ആദ്യ അവസരത്തിൽ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാൻ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി കടന്നു വന്നു. ആയുസ്സോടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി. ഈ ഒരു അനുഗ്രഹം തിരിച്ചറിഞ്ഞുകൊണ്ടും ഓർത്തുകൊണ്ടുമാവണം ഈ ദിനരാത്രങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അള്ളാഹു പരിശുദ്ധ റമദാനിനെ പലതായും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഷഹ്റു സൗം, നോമ്പിൻ്റെ മാസമാണ്. ഷഹറുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിൻ്റെ മാസമാണ്. തുടങ്ങി പലതായി പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്ക് അടിസ്ഥാനത്തിൽ ഈ മാസത്തിന് നൽകപ്പെട്ട പേരാണ് ഷഹറു തൗബ. തൗബയുടെ മാസമാണ് പരിശുദ്ധ റമദാൻ എന്നുള്ളത്. റമദാനിൽ ഒരാൾക്ക് തൗബ നേടാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അയാൾക്ക് തൗബ നേടാൻ സാധിക്കുക എന്നതാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ ചോദിക്കുന്നത്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രമേൽ ഗൗരവത്തോടെയാണ് റമദാനിനെയും തൗബയെയും ചേർത്ത് പഠിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിൽ കയറാൻ നിൽക്കുമ്പോൾ 3 തവണ ആമീൻ എന്ന് പറയുന്നത് സഹാബത്ത് കേൾക്കുന്നു. സഹാബത്ത് പിന്നീട് അതിനെക്കുറിച്ച് ചോദിച്ചു, എന്തിനാണ് റസൂലെ അങ്ങ് ആമീൻ പറഞ്ഞത്? ജിബ്രീൽ അലൈഹിസ്സലാം 3 പ്രാർത്ഥന നടത്തിയതിന് ഞാൻ ആമീൻ പറഞ്ഞതാണ്. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യാ മുഹമ്മദ്, മൻ അദ്റക ശഹ്റ റമളാന ഫമാത ഫലം യുഗ്ഫർ ലഹു. ഒരാൾക്ക് റമദാൻ മാസം ജീവിക്കാൻ സൗഭാഗ്യം ലഭിച്ചിട്ടും അയാൾ മരണപ്പെടുമ്പോൾ പാപം പൊറുക്കപ്പെടാതെയാണ് മരിച്ചതെങ്കിൽ അങ്ങനെ അയാൾ ഫഉദ്ഖിലന്നാർ, നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്താൽ അള്ളാഹു അവൻ്റെ റഹ്മത്തിൽ നിന്ന് ഫഅബ്അദഹുല്ലാഹ്, അള്ളാഹു തൻ്റെ റഹ്മത്തിൽ നിന്ന് അവനെ അകറ്റി നിർത്തട്ടെ എന്ന പ്രാർത്ഥനയാണ് ജിബ്രീലിൻ്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ആമീൻ പറഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മറ്റൊരവസരത്തിൽ അവിടുന്ന് പറഞ്ഞു, റഹിമ അൻഫു റജുലിൻ ദഖല അലൈഹി റമളാൻ ثم انسلخ قبل ان يغفر له. ഒരാൾക്ക് റമദാൻ ലഭിക്കുകയും അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിനു മുമ്പ് ആ റമദാൻ അയാളിൽ നിന്ന് അവസാനിക്കുകയും ചെയ്താൽ അയാൾ തുലയട്ടെ, നശിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, മൻ സോമ റമദാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. രാത്രിയിൽ നിന്ന് നിസ്കരിച്ചാൽ, പകലിൽ നോമ്പെടുത്താൽ, ലൈലത്തുൽ ഖദ്റിൽ രാത്രി നിസ്കരിച്ചാൽ അവൻ വിശ്വാസത്തോടെയും പ്രതിഫലേച്ഛയോടെയുമാണെങ്കിൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ പാപങ്ങൾ പൊറുക്കപ്പെടാൻ അവസരം അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതാണ് പരിശുദ്ധ റമദാനിൽ. എന്നിട്ട് അയാൾ അതിൽ ജീവിക്കുന്നു, അയാൾക്ക് അതിൽ ജീവിക്കാൻ സൗഭാഗ്യം ലഭിക്കുന്നു. എന്നിട്ട് അയാൾക്ക് പാപങ്ങൾ പൊറുക്കപ്പെടാൻ സാധിച്ചില്ല, അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അയാൾ ഇനി നശിക്കുകയല്ലാതെ എന്താണ് വേണ്ടത്? അയാൾക്ക് ശാപമല്ലാതെ മറ്റെന്താണ് അയാൾക്ക് യോഗ്യതയായിട്ടുള്ളത്? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ ചുരുക്കം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് അത് ഷഹ്റു തൗബതി, തൗബയുടെ മാസമാണ്. അപ്പൊ തൗബ, ഞാൻ ഇതുവരെ പറഞ്ഞത് തൗബ നേടണം എന്നാണ്, അയാൾക്ക് തൗബ കിട്ടണം എന്നാണ്. ആ തൗബ കിട്ടാതെ അയാൾ മരിച്ചാൽ അയാൾ നാശത്തിലാണ്, അയാൾ നശിക്കട്ടെ, അയാൾ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അകറ്റപ്പെടട്ടെ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ജിബ്രീലിന്റെ ഒക്കെ പ്രാർത്ഥന. അപ്പൊ നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഈ തൗബ നേടലുണ്ട്, തൗബ ചെയ്യലുണ്ട്. 2 കാര്യമുണ്ട്. ഒന്ന്, തൗബ നേടണം. തൗബ നേടണം എന്നുണ്ടെങ്കിൽ തൗബ നമുക്ക് തരണം. ആരാ തൗബ തരേണ്ടത്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. തൗബ നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റമദാൻ 27 അന്ന് സലാത്ത് നഗർ സംഘടിപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് കണ്ണീര് ഒലിപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ആ പാപം അടക്കം അവരുടെ പാപത്തിന്റെ ലിസ്റ്റിൽ വരികയെന്നല്ലാതെ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗബ കൊടുക്കുകയില്ല.
മങ്കൂസ് മൗലിദിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപമോചനത്തിന് അർത്ഥിക്കുന്നവരുണ്ട്. ആ വിശ്വാസത്തോടെ ആ വരികൾ പാടുന്നവരുണ്ട്. അവർക്ക് അതും കൂടി പാപത്തിന്റെ ലിസ്റ്റിൽ ചേരുകയല്ലാതെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പാപങ്ങൾ പൊറുക്കാനുള്ള അധികാരം അള്ളാഹു വെച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അത് അള്ളാന്റെ അടുത്ത് നിന്ന് കിട്ടണം. തൗബ നേടുക എന്ന് പറഞ്ഞാൽ ആരടുത്ത് നിന്ന് നേടണം? അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് നേടണം. തൗബ നേടണം എന്നുണ്ടെങ്കിൽ ഞാൻ തൗബ ചെയ്യണം, അത് എൻ്റെ പണിയാണ്. തൗബ ചെയ്യൽ അത് എൻ്റെ പണിയാണ്. തൗബ നേടണമെന്നുണ്ടെങ്കിൽ അത് നൽകണം, അത് അള്ളാന്റെ പണിയാണ്, അത് അള്ളാന്റെ ഇഷ്ടമാണ്. അതുകൊണ്ട് റമദാനിൽ നമ്മൾ തൗബ ചെയ്യുകയാണോ വേണ്ടത്, തൗബ നേടുകയാണോ വേണ്ടത്? തൗബ ചെയ്തിട്ട് അതങ്ങ് നേടണം. അത് നേടുന്നതിന് മുമ്പ് റമദാൻ അവനിൽ നിന്ന് അവസാനിച്ചാൽ അവന് നഷ്ടമാണ്, അപകടമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. തൗബ നേടുന്നതിന് മുമ്പ് എന്ന്. അതിനാദ്യം തൗബ ചെയ്യണം. തൗബ ചെയ്യണമെന്നാണെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ തൗബ ചെയ്യേണ്ട തെറ്റുകൾ, ആ തെറ്റുകൾ എന്താണ്? തൗബ ചെയ്യേണ്ട തെറ്റുകൾ പണ്ഡിതന്മാർ പറഞ്ഞു രണ്ട് തരത്തിലുണ്ട്. ഒന്നുകിൽ നാം ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുക, അത് ഞാൻ തൗബ ചെയ്യേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് തൗബയെക്കുറിച്ച് പറയുന്നുണ്ട്. വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ എല്ലാവരും അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുവീൻ. അവിടെ മുഅ്മിനീങ്ങൾ എന്ന് പറയുമ്പം പാപം പരമാവധി കുറച്ചവർ, പാപങ്ങൾ ചെയ്യാത്ത അമ്പിയാക്കൾ അടക്കമുള്ളവർ മുഅ്മിനീങ്ങളിൽ പെട്ടു. ആ മുഅ്മിനീങ്ങളെ നിങ്ങൾ തൗബ ചെയ്യൂ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഉദ്ദേശം, അവർ ചെയ്യേണ്ട കർമ്മങ്ങളിൽ വീഴ്ച സംഭവിക്കുക, നിസ്കാരത്തിന്റെ ഖുശൂഇൽ കുറവ് വരിക, നിസ്കാരത്തിലെ ശ്രദ്ധ തെറ്റുക തുടങ്ങിയിട്ട് ചെയ്യേണ്ട കർമ്മങ്ങളിൽ ഒരാൾക്ക് സംഭവിക്കുന്ന നിയ്യത്തിലും പ്രവർത്തനത്തിലുമുള്ള വീഴ്ചകൾ അത് തൗബ ചെയ്യാൻ കാരണമായ ഒരു പാപമാണ്. അല്ലെങ്കിൽ അത് തൗബ ചെയ്യൽ സുന്നത്തായ ഒരു കാരണമാണ്. അത് ഹറാമല്ലെങ്കിൽ അവൻക്ക് അവിടെ തൗബ ചെയ്യൽ സുന്നത്താണ് എന്ന് പറയും. ഹറാമാണെങ്കിൽ അവൻ ആ വീഴ്ച വരുത്തിയത് ഒരു ഹറാമിലേക്ക് എത്തിയ കാര്യമാണെങ്കിൽ അവൻ ആ തൗബ ചെയ്യൽ വാജിബാണ് എന്ന് പറയും. അപ്പൊ ഇത് ഓർക്കണം, തൗബ ചെയ്യണം ആദ്യം, എന്നിട്ട് നേടണം. അപ്പൊ തൗബ ചെയ്യേണ്ടത് എന്തിൽ നിന്നാണ്? ഒന്ന്, ചെയ്യേണ്ട ബാധ്യത വീഴ്ച വരുത്തിയതിൽ നിന്ന് അയാൾ തൗബ ചെയ്യണം എന്ന് പറയും. രണ്ടാമത്തത്, വിലക്കിയ കാര്യങ്ങൾ ചെയ്തതിൽ നിന്ന് ആ ചെയ്തതിനെ തൊട്ട് അയാൾ തൗബ ചെയ്യണം. വിലക്കപ്പെട്ട കാര്യങ്ങൾ അത് ഹറാമുകളും കറാഹത്തുകളുമാണ്. ഹറാമ് ചെയ്താൽ അതിൽ തൗബ ചെയ്യൽ വാജിബാണ്. കറാഹത്ത് ചെയ്താൽ അതിൽ നിന്ന് ഓർത്തെടുത്ത് തൗബ ചെയ്യൽ സുന്നത്താണ്. അപ്പൊ ഈ തൗബ ചെയ്യേണ്ട രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഞാൻ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ വീഴ്ച വരുത്തി. രണ്ട്, ഞാൻ ചെയ്യാൻ പാടില്ലാത്ത പലതും ചെയ്തു പോയി. ഇത് ഞാൻ തൗബ ചെയ്ത് ക്ലിയറാക്കണം. ഈ തൗബ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ദുനിയാവിലൊരു മെച്ചമുണ്ട്. ഒരാൾക്ക് തൗബ, ദുനിയാവിൽ അയാൾ തൗബ ചെയ്താൽ അയാൾക്ക് ദുനിയാവിലൊരു മെച്ചമുണ്ട്. എന്താണ് ആ മെച്ചം? ഇപ്പൊ പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു കൊള്ളക്കാരൻ കുറെ കൊള്ളയടിച്ച് ജനങ്ങളുടെ സ്വത്ത് അപഹരിച്ച വ്യക്തി, അയാളെ ഗവൺമെന്റ് പോലീസുകാർ കണ്ടെത്തുന്നതിന് മുമ്പ് അയാൾ തൗബ ചെയ്താൽ അയാൾക്ക് പിന്നെ ഇസ്ലാമിക കോടതിയിൽ ശിക്ഷയില്ല. ഈ തൗബ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ കരുതിയത് അത് നമ്മുടെ മനസ്സിൽ ഒതുങ്ങുന്ന ഇബാദത്താണ് എന്നാണ്. അല്ല, തൗബ എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലുണ്ട്, എന്നാൽ അത് മനസ്സിൽ മാത്രമല്ല, അത് പുറത്ത് കാണും. തൗബ ചെയ്താൽ അത് പുറത്ത് കാണും. ആ പുറത്ത് കണ്ടതനുസരിച്ച് പോലീസിന്, ഗവൺമെന്റിന്, ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ബോധ്യമായി ഈ കൊള്ളക്കാരൻ തൗബ ചെയ്തിരിക്കുന്നു, എന്നാ പിന്നെ അയാൾക്കെതിരെ ശിക്ഷ ഒന്നും ഉണ്ടാവില്ല. എങ്ങനെ കൊള്ളക്കാരൻ തൗബ ചെയ്തത് ബോധ്യപ്പെടാ? അയാൾ കൊള്ളയടിച്ച മുതൽ മുഴുവൻ അതിന്റെ ഉടമകൾക്കോ അല്ലെങ്കിൽ അത് കൊടുക്കേണ്ട രൂപത്തിൽ കൊടുത്തൊഴിവാക്കിയിട്ടുണ്ട്. ഇപ്പം ആളുകളുടെ സാക്ഷ്യത്തിൽ അയാൾ ഇപ്പം നല്ലവനായി ജീവിക്കുന്നവനാണ്, ജോലിയെടുത്ത് ജീവിക്കുന്നവനാണ്. അയാൾ കുറെ കാലമായി ഇപ്പം ആ രൂപത്തിലുള്ള ഏർപ്പാടിന് നിൽക്കാറില്ല. ഇപ്പൊ മാന്യമായി ജോലിയെടുത്ത് കുടുംബവും പുലർത്തി അയാളുടെ ഇബാദത്തും കൊണ്ട് അയാൾ പോകുന്നവനാണ് എന്ന് ജനങ്ങൾ സാക്ഷി പറഞ്ഞാൽ അത് അയാൾ തൗബ ചെയ്തു എന്ന് നമ്മളാണ് വിധിക്കും, മനുഷ്യന്മാര് വിധിക്കും. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പണ്ട് കൊള്ളക്കാരനായിരുന്നു എന്നുള്ളതുകൊണ്ട് ഇനി അയാൾ അത് പറയാൻ പറ്റൂല. അയാൾ പണ്ട് കള്ളനായിരുന്നു എന്നുള്ളതുകൊണ്ട് ഇനി മുതൽ അയാളെ കള്ളൻ എന്ന് വിളിക്കാനും പറ്റില്ല. അങ്ങനെ വിളിച്ചാൽ വിളിച്ചോൻക്ക് കുറ്റമുണ്ട്. അങ്ങനെ വിളിച്ചാൽ വിളിച്ചോൻക്ക് കുറ്റമുണ്ട്. എന്തുകൊണ്ട്? അയാൾ തൗബ ചെയ്തവനാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസിൽ കാണാം, ആദം നബി അലൈഹിസ്സലാമും മൂസ അലൈഹിസ്സലാമും തമ്മിലുള്ള ഒരു സംഭാഷണം ആലമുൽ അർവാഹിൽ വെച്ച്. അവർ രണ്ടുപേരും വഫാത്തായതിനു ശേഷം റൂഹുകൾ തമ്മിൽ പരസ്പരം കണ്ട് സംസാരിക്കുന്ന ആലമുൽ അർവാഹിൽ വെച്ച് അവർ സംസാരിച്ചപ്പോൾ
മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു ആദം നബി അലൈഹി സ്വലാമിനോട്, വാപ്പ നിങ്ങൾ എന്നാ വിലക്കപ്പെട്ട കനി തിന്നതുകൊണ്ടല്ലേ നമ്മളൊക്കെ സ്വർഗത്തിൽ നിന്ന് പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ ഉണ്ടാവൂലേ? അപ്പം ആദം നബി അലൈഹി സ്വലാം പറഞ്ഞു എന്നാണ്, അള്ളാഹു എന്നെ കൊണ്ട് ചെയ്യിച്ച, എന്നിൽ സംഭവിച്ച, അള്ളാഹു എനിക്ക് വിധിച്ച ഒരു പാപത്തിന്റെ വിഷയത്തിൽ നീ എന്തിനെന്നെ ആക്ഷേപിക്കുന്നു എന്ന് മൂസാ അലൈഹി സ്വലാമിനോട് ആദം നബി അലൈഹി സ്വലാം ചോദിച്ചു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ ഈ ഹദീസിനെ ചില ആളുകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. കള്ളുടിക്കുക, അത് അള്ളാഹ് എനിക്ക് വിധിച്ചതല്ലേ? വ്യഭിചരിക്കുക, അള്ളാഹ് എനിക്ക് വിധിച്ചതല്ലേ? അള്ളാഹ് എനിക്ക് വിധിച്ച വിഷയത്തിൽ നിങ്ങൾ എന്തിനാ എന്നെ അവഹേളിക്കുന്നത്, എന്നെ പരിഹസിക്കുന്നത്? ഇങ്ങനെ ചോദിക്കും. അപ്പൊ പണ്ഡിതന്മാർ പറഞ്ഞു, ഇത് അങ്ങനെ പാപം ചെയ്യുന്നവനുള്ള ന്യായം വരുന്ന ഹദീസല്ല, മറിച്ച് എന്താണ്, ഒരാൾ ഒരു പാപം ചെയ്യുകയും ഒരാളിൽ നിന്നൊരു തെറ്റ് സംഭവിക്കുകയും ആ തെറ്റിൽ നിന്ന് അയാൾ തൗബ ചെയ്യുകയുമായാൽ റസൂലുള്ളാഹി പറഞ്ഞു, കമല്ല ദംബലഹു, ആ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ വിഷയത്തിൽ ഇനി അള്ളാഹ് നടപടി എടുക്കൂല, മനുഷ്യന്മാരും നടപടി എടുക്കാൻ പാടില്ല. ഒരാളൊരു തെറ്റ് ചെയ്തു, അയാൾ അതിൽ നിന്ന് തൗബ ചെയ്തത് പ്രത്യക്ഷമായാൽ അയാളെ തെറ്റ് ചെയ്യാത്തവനെ പോലെ മനസ്സിലാക്കുകയും അയാൾക്കെതിരെ അള്ളാഹ് നടപടി എടുക്കില്ല എന്ന പോലെ മനുഷ്യന്മാരും നടപടി എടുക്കാൻ പാടില്ല. നടപടി എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇനി അയാൾ അതിന്റെ പേരിൽ ആക്ഷേപിക്കാൻ പാടില്ല. എന്നാൽ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് അവനക്ക് ഈ ന്യായം പറയാൻ പറ്റൂല. ഓൻ കള്ളുടിക്കുക, എന്നിട്ട് ഓൻ പറയാണ് അത് അള്ളാഹ് എനിക്ക് വിധിച്ചതല്ലേ? അവൻ വ്യഭിചരിക്കുക, ഹറാമ് ചെയ്യുക, പലിശ വാങ്ങുക, എന്നിട്ട് അവൻ പറയുന്നത് അള്ളാഹ് എൻ്റെ ജീവിതത്തിൽ വിധിച്ചതല്ലേ, അതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് ആദം നബി അലൈഹിസ്സലാം ചെയ്യുന്ന തെറ്റിന് ന്യായം പറഞ്ഞതല്ല, സംഭവിച്ച തൗബ ചെയ്ത തെറ്റിന്റെ അവസ്ഥ പറഞ്ഞതാണ്. അതൊരാളെ സംബന്ധിച്ച് പറയാം. അത് സഹാബത്തൊക്കെ പറയലുണ്ട്. ജാഹിലിയത്തിൽ അവർ ചെയ്ത പാപങ്ങൾ, അവർ മക്കളെ കുഴിച്ചിട്ടത്, അവർ ആളുകളെ വധിച്ചത്, അന്യായമായി സ്വത്ത് അപഹരിച്ചത്, പിന്നീട് അവരുടെ ഇസ്ലാമിക ജീവിതത്തിൽ അവർ സന്തോഷം പങ്കിടുന്ന സന്ദർഭത്തിൽ പഴയ കാലത്ത് ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു, അൽഹംദുലില്ലാഹ് അല്ലാഹു രക്ഷപ്പെടുത്തി എന്ന സന്തോഷം അറിയിക്കാനോ മറ്റോ അവർ പറയും എന്നല്ലാതെ അത് ഈ പഴയ കാലത്ത് അതല്ലേരുന്നാണ്, ഇനി വലിയ നല്ല പിള്ള ചമയണ്ട എന്ന് ഒരാൾ പറയാനും പാടില്ല. പറഞ്ഞ അയാൾക്കാണ് കുറ്റം, പറഞ്ഞാൽ അയാൾക്കാണ് കുറ്റം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത്, നമ്മൾ തൗബ ചെയ്യും വേണം, തൗബ നേടും വേണം. നേടണമെന്നുണ്ടെങ്കിൽ അള്ളാഹ് കനിയണം, അള്ളാഹ് നമുക്ക് പുറത്തു തരണം, അള്ളാഹുവിന് നമ്മെ ഇഷ്ടമാവണം. അങ്ങനെ അള്ളാഹ്ക്ക് എന്നോട് ഇഷ്ടമാവുന്നതിന് മുമ്പ് റമദാൻ കഴിഞ്ഞാൽ അത് നഷ്ടമാണ് എന്നാ പറയുന്നത്. അതിന് നമ്മളെ മനോനില മാറ്റണം, എന്നാലേ അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടാവുള്ളൂ. നമ്മളെ മനോനില മാറ്റണം. മനോനില മാറ്റുക എന്ന് പറഞ്ഞാൽ ആ മർമ്മം നമ്മൾ മനസ്സിലാക്കിയാൽ എങ്ങനെ തൗബ ചെയ്യണം, എങ്ങനെ തൗബ നേടണം, അത് നമുക്ക് മനസ്സിലാവും. മനോനില മാറ്റുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതനുസരിച്ച് തൗബയുടെ ഷർത്തുകൾ, തൗബ ശരിയാവാനുള്ള ഷർത്ത് പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണ്? ഒന്ന്, അയാൾക്ക് ചെയ്ത തെറ്റിൽ വലിയ സങ്കടം വേണം, അത് അയാളെ മനോനിലയാണ്. അയാൾക്ക് ഒരാളോട് പറയുമ്പം അയാളുടെ സംസാരത്തിൽ ഇങ്ങനെ വിടവുണ്ടാവുക അതല്ല സങ്കടം എന്ന് പറഞ്ഞാൽ. അയാൾക്ക് ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഉറക്കം കിട്ടുന്നില്ല, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കത് വലിയ ടെൻഷനായി ഭവിച്ചിരിക്കുന്നു. അത് ഇനി അയാൾ അള്ളാനെ ബോധ്യപ്പെടുത്തേണ്ടി വരില്ല, കാരണം അയാളെക്കാൾ അയാളെ കൽബ് അള്ളാഹ്ക്ക് അറിയാം. അയാൾക്ക് മനസ്സിന് വലിയ വിഷമമുണ്ട്. എന്താ വിഷമം? പറ്റിപ്പോയതിൽ, ചെയ്തു പോയതിൽ, സംഭവിച്ചു പോയതിൽ. ആ വിഷമം പറഞ്ഞിരുന്ന് കാണ്ടി ഞാൻ അതിൻ്റെ ഇരട്ടി ചെയ്യാണോ? അല്ല. രണ്ടാമത്തെ ഷർത്ത്, അയാൾ ആ പാപം നിർത്തലാക്കിയിരിക്കുന്നു. ആ പാപം നിർത്തലാക്കിയിരിക്കുന്നു, അയാൾ ഇപ്പോൾ അത് ചെയ്യുന്നില്ല. പിന്നെ വിഷമം എന്തിലാണ്? ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതിലല്ല. അങ്ങനെ ഉണ്ടാവും, അഡിക്ഷനായി ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ വിഷമപ്പെടുന്ന ആളുകളുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിൽ വിഷമിക്കുന്ന ആളുകളുണ്ട്. അത് തൗബയല്ല, മറിച്ച് അയാൾ ആ പാപം നിർത്തിയതിന് ശേഷം എന്നിട്ടും അയാൾക്ക് ഈ സങ്കടം സഹിക്കുന്നില്ല, അയാൾക്കത് ഓർമ്മ വരുന്നു, അയാൾക്ക് അതിൻ്റെ പേരിൽ ടെൻഷനാവുന്നു. ഇതാണ് അയാളെ മനോനില എന്ന് പറഞ്ഞത്. ആ ടെൻഷൻ എന്തുകൊണ്ടാണ്? കള്ളു കുടിച്ച് കരളടിച്ചു പോയപ്പോണ്ടായ ടെൻഷനല്ല, പാപം ചെയ്ത് അതിൻ്റെ പേരിൽ അയാൾക്ക് അതിൻ്റെ പരിണിത ഫലം രോഗമായി വന്നപ്പോണ്ടായ ടെൻഷനല്ല. പിന്നെയോ, അത് വന്നാലും ഇല്ലെങ്കിലും ആഖിറത്തിന് ആലോചിച്ചിട്ടുള്ള ടെൻഷനാണ്. ഇതും കൊണ്ട് ഞാൻ തൗബയില്ലാതെ നാളെ അള്ളാഹിന്റെ മുമ്പിൽ ചെന്നാൽ എന്ന ടെൻഷനാണ്. ടെൻഷൻ പലർക്കുണ്ടാവും. ഇയാൾ ഈ പാപം ചെയ്ത് അത് കാരണം അയാൾ കടക്കണിയിൽപ്പെട്ട് പലിശക്കാരനായി, അപ്പോൾ ഒരു ടെൻഷൻ വരാം. അതല്ല ടെൻഷൻ. അയാൾ ഇതിന്റെ പേരിൽ രോഗിയായി, അപ്പം മനുഷ്യന് രോഗത്തിന്റെ കാരണത്താൽ ടെൻഷൻ വരിക, അതല്ല ടെൻഷൻ.
ഇത് കണ്ട് എനിക്ക് റബ്ബിന്റെ കോടതിയിൽ എന്തായിരിക്കും അവസ്ഥ എന്ന ടെൻഷൻ. അതിന് അള്ളാഹിനെ അയാൾ ബോധ്യപ്പെടുത്തണ്ട, അത് അള്ളാഹ്ക്ക് അറിയാം. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ. സൃഷ്ടിച്ച മനുഷ്യനെ പടച്ച ആ റബ്ബിന്, ലത്തീഫായ സൂക്ഷ്മജ്ഞാനിയായ നിഗൂഢജ്ഞാനിയായ ആ റബ്ബിന് മനുഷ്യന്റെ ഖൽബിലുള്ളതറിയാം. അത് അള്ളാഹ് പറഞ്ഞതാണ്. അപ്പൊ പിന്നെ അത് അള്ളാഹ്ക്ക്, അതാണ് മനോനില എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സിന് ആ സങ്കടം വേണം. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, അവൻ ആ പണി നിർത്തണം. ഇതാണ് തൗബ ചെയ്യാന്ന് പറഞ്ഞു. ഇതായ അവനക്ക് ധൈര്യമായിട്ട് പറയാം, ഞാൻ അതിന് തൗബ ചെയ്തതാണ്. ചിലപ്പോൾ ഇതിന്റെ ശേഷം അവൻ അതിൽ പിടിക്കപ്പെട്ടു എന്ന് കൂട്ടാം, ഇതിന് ശേഷം അവൻ അതിൽ പിടിക്കപ്പെട്ടു എന്ന് കൂട്ടാം. അവന് ഒന്നുറപ്പിച്ച് പറയാം, ഞാൻ അതിൽ തൗബ ചെയ്തതാണ്. പക്ഷെ നിങ്ങൾക്ക് ബോധ്യമായോ ഇല്ലേ അതെനിക്കറിയില്ല. അത് മനുഷ്യന്മാർക്ക് ബോധ്യമാവൽ കൽബറിയാത്തത് കൊണ്ട് തന്നെ കുറച്ച് സമയമെടുക്കും. അത് കുറച്ച് റിസ്ക്കാണ്. മനുഷ്യരെ അംഗീകരിക്കൽ അള്ളാഹ് പുറത്തുനിന്നാലും ചിലപ്പോൾ മനുഷ്യന്മാർ പുറത്തുനിന്ന് വരില്ല. അതുകൊണ്ട് മനുഷ്യന്മാർക്ക് ബോധ്യമാവൽ അത് ചിലപ്പോൾ സമയമെടുക്കും. പക്ഷെ ഒന്നെനിക്ക് ഉറപ്പിച്ച് പറയാം, ഞാൻ അതിൽ തൗബ ചെയ്തിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചതിന് ശേഷം, പാപം ചെയ്തതിന് ശേഷം, ഞാനങ്ങനെ വ്യഭിചരിച്ച ശേഷം, ഞാനങ്ങനെ ശിർക്ക് ചെയ്തതിന് ശേഷം, പിന്നീട് എനിക്ക് ബോധ്യപ്പെട്ട ശേഷം ഞാനത് ചെയ്തിട്ടില്ല, ഞാൻ അതിലേക്ക് പോയിട്ടില്ല. അതാണ് അയാൾ തൗബ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് അയാൾക്ക് ഉറപ്പിക്കാൻ പറ്റും. എന്നിട്ടോ അയാളെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ കാര്യം, ഇയാൾ ഈ തൗബയിലേക്കുള്ള വഴി മുറിച്ചിടണം. അയാൾ അത് ചെയ്തില്ല, നിർത്തി എന്ന് പറഞ്ഞല്ലോ, ഇനി അതിലേക്ക് ഞാൻ മടങ്ങൂല എന്ന് ഉറപ്പിക്കണം. എങ്ങനെയാ മടങ്ങൂല എന്ന് ഉറപ്പിക്കല്? അത് നാവുകൊണ്ടാണ് പറയലല്ല. ആ തൗബയുടെ വഴി, ഒരു കൂട്ടുകാരനാണെങ്കിൽ അയാളോടുള്ള ബന്ധം അയാൾ വിച്ഛേദിച്ചിരിക്കുന്നു. അതിനുള്ള വഴി അയാളുടെ ഒരു നാടും ആ നാടുമായി ബന്ധപ്പെട്ട യാത്രയോ കച്ചവടമോ ആണെങ്കിൽ അയാൾ ആ കച്ചവടവും കാര്യങ്ങളും ഉപേക്ഷിച്ചിരിക്കുന്നു. അയാൾക്ക് അതിനുള്ള കാരണം, അതിന് ഹേതുവായത് ഒരു ഉപകരണമാണെങ്കിൽ, ഒരു മൊബൈലാണെങ്കിൽ അയാൾ അതുമായുള്ള ബന്ധം ഉപേക്ഷിച്ചിരിക്കുന്നു. അതാണ് ഞാൻ ഇനി ഇതിലേക്ക് മടങ്ങൂല എന്ന് പറഞ്ഞാൽ അത് പറച്ചിലല്ല, അത് ചെയ്യലാണ്. അത് കൂട്ടുകാരനാണെങ്കിൽ ആ കൂട്ടുകാരനുമായുള്ള ബന്ധം വിച്ഛേദിക്കണം. അത് എന്തെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങളോ നാടോ ആണെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള കളിയാണെങ്കിൽ അയാൾ അത് ഉപേക്ഷിക്കണം. അതാണ് തൗബയിലേക്ക് നീ ആയിക്ക് മടങ്ങൂല എന്ന് പറയുന്നത്. ഇച്ചിരി അയാൾ ഇതിൽ ലൈഫ് ലോങ് ഉണ്ടാവില്ല. എന്താണ് ഈ പറയുന്ന സങ്കടക്കാരൻ? ബാക്കിയൊന്നും ഇങ്ങനെ കാലാകാലം ചെയ്യാനില്ല. അയാളെ സംബന്ധിച്ച് ഞാൻ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതേസമയം എപ്പോഴും ഇത് നിലയ്ക്കൽ എന്താവും? ഇയാളുടെ മനസ്സിന്റെ ഖേദമായിരിക്കും. ആ ഖേദം ഇനി അയാൾ അറിയാതെ നീങ്ങുന്നതാണ്. അതാരാ നീക്കിത്തരിക? അല്ലാഹു സുബ്ഹാനഹു വ തആല. അയാൾക്ക് ആ മനസ്സിന്റെ ഉള്ളിലുള്ള ആ ഖേദമുണ്ടല്ലോ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കളയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് ഹദീസുകളിൽ കാണാം. അദ്ദേഹം ആത്മാർത്ഥമായി റബ്ബിനോട് തൗബ ചെയ്തു. തൗബ ചെയ്തിട്ട് അയാൾ ആ പാപം നാട്ടുകാർക്ക് അറിഞ്ഞ പാപ. അങ്ങനെ അയാളെ സംബന്ധിച്ച് അയാൾ ഒരിക്കൽ രാത്രി ഇങ്ങനെ പോകുന്ന സമയത്ത് ഇയാളെ രണ്ടാളുകൾ കണ്ടു. രണ്ടാളുകൾ കണ്ടപ്പം ഇയാളെ പരിചയപ്പെടുത്തുന്നതന്നെ ഇയാൾ ഈ ചെയ്ത തെറ്റുകാരനാണ്. അപ്പം അയാൾക്ക് വീണ്ടും സങ്കടമായി. ഇതെന്താ ആൾക്കാരെ മനസ്സിൽ നിന്ന് പോകാത്തത്? ഞാൻ തൗബ ചെയ്തതാണല്ലോ. അയാൾ വീണ്ടും തൗബ ആവർത്തിച്ചു. രാത്രിയുടെ അന്ത്യാമങ്ങളിൽ എഴുന്നേറ്റ് റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത് പ്രാർത്ഥിച്ച് അയാളെ സംബന്ധിച്ച് അയാൾ ആ പ്രാർത്ഥനയിലും തൗബയിലും വീണ്ടും വീണ്ടും മുഴുകി. ആ മുഴുകിയതിന് ശേഷം ഒരിക്കൽ ഇതേ അവസ്ഥയിൽ അയാൾ രാത്രിയിൽ സുബഹിന്റെ സമയത്ത് പോകുന്ന സമയത്ത് ഇതേ രണ്ടാളുകൾ അയാളെ കുറിച്ച് പറയുന്നത് അയാൾ വീണ്ടും കേട്ടു. എന്താണ്? അയാൾ പണ്ട് ഇങ്ങനെയൊക്കെയായിരുന്നു, ഇപ്പൊ മാഷാ അല്ലാഹ് കാര്യങ്ങളൊക്കെ നിർത്തി അയാൾ നല്ല രീതിയിൽ നടക്കണ ഒരു മനുഷ്യനാണ് എന്ന് അവരുടെ നാവ് കൊണ്ട് ഇയാൾ പറയുന്നത് കേട്ടു എന്നാണ്. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയാൻ, ജനങ്ങളെ മനസ്സെന്നും അതാണ് നീക്കം ചെയ്തു. അതാണ് തൗബക്ക് ദുന്യാവത്തിന് അയാൾക്ക് കിട്ടുന്ന സന്തോഷ വാർത്ത. അത് എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് നമ്മൾ മിനിമം തൗബ നേടേണ്ടത് അള്ളാന്റെ പക്കലാണ്. മിനിമം തൗബ നേടേണ്ടത് അള്ളാന്റെ പക്കലാണ്. അങ്ങനെ അയാളുടെ തൗബ എത്രത്തോളം പവർഫുൾ ആണോ അതിനനുസരിച്ച് ചിലപ്പോൾ മനുഷ്യന്മാരെ കൽബിൽ പോലും അയാളെ കുറിച്ചുള്ള ദുർവിചാരം അള്ള നീക്കം ചെയ്ത് പകരം സൽവിചാരം അവിടെ വെച്ചുകൊടുക്കും. അപ്പോൾ പറയും, അവൻ പണ്ട് അങ്ങനെയായിരുന്നു, പക്ഷെ ഇപ്പം ദീനിനു വേണ്ടി, ഇസ്ലാമിന് വേണ്ടി ഇബാദത്തും കൊണ്ട് അതെല്ലാം നിർത്തലാക്കി അതിനെതിരെ പ്രവർത്തിക്കുന്ന എന്ന് ആളുകൾ അഭിപ്രായം തുടങ്ങി. എപ്പോഴാ? അയാൾക്ക് അള്ളാഹ്ക്ക് അയാളോട് ഇഷ്ടാണ്ട് കൂടണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അല്ലാഹു ഇന്നല്ലാഹ ഇദാ അഹബ്ബ ഫുലാനൻ, അള്ളാഹു ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടാൽ ജിബ്രീലിനോട് വിളിച്ചു പറയും, ജിബ്രീലെ എനിക്ക് ഇന്ന മനുഷ്യനെ ഇഷ്ടമാണ്, അവിടെ നീ ഇഷ്ടപ്പെടണം. അങ്ങനെ ജിബ്രീൽ ആകാശലോകത്തെ മലക്കുകളോട് വിളിച്ചു പറയും,
ഇന്നല്ലാഹു യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബു, അല്ലാഹുവിന് ഇന്ന വ്യക്തിയെ ഇഷ്ടമാണ്, നിങ്ങളും ഇഷ്ടപ്പെടണം. സുമ്മ യൂളഉ ലഹുൽ ഖബൂലു ഫിൽ അർദ്, പിന്നെ ഭൂമിയിൽ അയാൾക്ക് അല്ലാഹു സ്വീകാര്യത ഇട്ടുകൊടുക്കും എന്നാണ്. അയാൾക്ക് അല്ലാഹു ഭൂമിയിൽ സ്വീകാര്യത നൽകും. ആളുകൾ അയാളെ കുറിച്ച് നല്ലത് പറഞ്ഞു തുടങ്ങും. അയാൾക്ക് ആളുകളുടെ മനസ്സിൽ മോശം വിചാരമുണ്ടാവാതെയാവും. അത് തൗബന്റെ മാക്സിമമാണ്. അത്ര നമുക്ക് നേടാൻ പറ്റിയിട്ടില്ലെങ്കിലും പരിശുദ്ധ റമദാനിൽ അള്ളാന്റെ അടുത്ത് എൻ്റെ കാര്യം നമ്മൾ ഉറപ്പിക്കണം. അതിന് എൻ്റെ മനോനില ഞാൻ റെഡിയാക്കണം. ആ മനോനില ശരിയാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇയാൾക്ക് ഇത് തെറ്റാണെന്ന് അറിയാം. ഇത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട്, ഇതിൻ്റെ ഗൗരവം അറിഞ്ഞിട്ട് ഇത് ചെയ്യലും, ഇത് തെറ്റാണെന്ന് അറിയാതെ ഇത് ചെയ്ത് ആവർത്തിച്ച് അഡിക്റ്റ് ആയ ആള്. ഒരാളൊരു പാപം ചെയ്യുന്നു, അയാൾ അതിൽ അഡിക്റ്റ് ആയിരിക്കുന്നു. പക്ഷെ അയാൾക്ക് ഇതൊരു പാപമാണെന്നോ ഇതിന് ഇത്ര ഗൗരവമുണ്ടെന്നോ അറിയില്ല. വേറൊരാൾ ഇതേ പാപം ചെയ്യുന്നു, അതിൽ അഡിക്റ്റ് ആവുന്നു. അയാൾക്കറിയാം ഇത് പാപമാണ്, ഇത് പാടില്ലാത്തതാണ്. അയാൾ അതിൻ്റെ പേരിൽ ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് മറച്ചു വെച്ച് ചെയ്യുന്നവനാണ്. ഇത് രണ്ടും ഒരുപോലെയാണോ? ഇത് രണ്ടുപേരുടെയും മനോനില ഒരുപോലെയാണോ? അല്ല. ഒരാൾക്ക് ഇത് പാപമാണെന്ന് അറിയാം, എന്നിട്ട് അയാൾ ജനങ്ങളുടെ മുമ്പിൽ നല്ല പിള്ള ചമഞ്ഞ് ഉള്ളിൽ പാപിയായി ജീവിക്കുന്നവനാണ്. എന്നാൽ മറ്റവന് സത്യസന്ധമായിട്ട് ആ തെറ്റ് ചെയ്യണ്. ഇപ്പൊ അബൂജഹലിനെ കുറിച്ചൊക്കെ പറഞ്ഞു, അയാൾ സത്യസന്ധമായിട്ട് പാപം ചെയ്ത് ശിർക്കയും അല്ലെങ്കിൽ സത്യസന്ധമായി അള്ളാനെ മാത്രം വിളിക്കുന്നു പറയും. ആ ചെയ്യുന്നതിലൊരു കാപട്യമില്ല എന്ന് പറയും. ആ രൂപത്തിൽ ഒരു മനുഷ്യൻ ഇത് തെറ്റിന്റെ ഗൗരവം അറിയാതെ ചെയ്യുന്നതും ഇത് തെറ്റാണ് എന്ന് അറിഞ്ഞിട്ടും അത് വീണ്ടും വീണ്ടും ആളുകൾ അറിഞ്ഞാൽ ഞാൻ മോശക്കാരനാവും എന്നുകൊണ്ടും ആളുകളുടെ കണ്ണിൽ മറച്ചു വെച്ചുകൊണ്ടും നല്ല പിള്ള ചമഞ്ഞ് കാപ്പട്യം ചമഞ്ഞ് ഒരു പാപം ചെയ്യുന്നതിൽ വ്യത്യാസമുണ്ട്. ഓരോ മുതലുള്ള മനോനിലക്ക് വ്യത്യാസമുണ്ട്. ഈ മനോനിലയാണ്, ഈ അനുസരണാബോധമുണ്ടോ ധിക്കാരബോധമാണോ എന്നതാണ് തൗബയുടെ മാനദണ്ഡം. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബാ, എന്റെ സമുദായം മുഴുവനും സ്വർഗത്ത് പ്രവേശിക്കും വിസമ്മതിച്ചവനൊഴികെ. റസൂലുള്ളാഹിനോട് ചോദിച്ചു, ആരാണ് വിസമ്മതിച്ചവൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അത്വഅനി ദഖലൽ ജന്ന, എന്നെ അനുസരിച്ചവനാണ് സ്വർഗത്ത് പ്രവേശിച്ചവൻ. അനുസരണാബോധം, അതാണ് മനോനില. അറിഞ്ഞാ പിന്നെ നിർത്തുക. അഥവാ ഇനി വീണ്ടും ചിലപ്പം അയാൾ തെറ്റിന് ആ സാഹചര്യത്തിൽ അടിമപ്പെട്ട് വീണ്ടും ആവർത്തിക്കും. പക്ഷെ അപ്പോഴും അയാൾക്ക് ഖേദമുണ്ട്. അയാൾ ഒരാളെ മറച്ചു വെച്ച് പറ്റിച്ച്, ആൾക്കാരെ പറ്റിച്ച്, അള്ളാനെ പറ്റിച്ച് ചെയ്യാൻ ഭൂതിയുണ്ട്. ഇതൊക്കെ നാടിൻ്റെ സാഹചര്യമായാലെന്ന് അയാൾ ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ട്. പുറത്തിങ്ങനെ അയാൾ ഈ പാപത്തിനെതിരെ സംസാരിക്കും. എന്നാൽ ഇന്ന് പല പാപങ്ങൾക്കും സംഘടനാവൽകൃതമായ ഒരു രൂപമാണുള്ളത്. എല്ലാ പാപത്തിനും ആണും കല്യാണം കഴിക്കണേന് ഇന്ന് സംഘടനയാണ്. അപ്പൊ അങ്ങനെ ഉണ്ടായ ഹൈറായിരുന്നു എന്ന് ഇയാൾ മനസ്സിന്റെ തേട്ടം, പുറത്ത് ഇയാൾ ഇതിനെതിരെ സംസാരിക്കുന്നു എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. ഇയാൾ ഒന്ന് സാഹചര്യത്തിന് അടിമപ്പെടുന്നു, അപ്പൊ പറ്റിയിട്ടോ പിന്നെ കുറേ തൗബയും, പിന്നെ അയാൾക്ക് ആ പാപം 1000 തവണ അയാൾ അങ്ങനെ ചെയ്താലും അയാളുടെ മനോനിലയിൽ അയാൾ അള്ളാനെ പറ്റിച്ചിട്ടില്ല. മറ്റോനോ അയാൾ അള്ളാനെ പറ്റിക്കുന്നവനാണ്, മഖ്ലൂഖീങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുന്നവനാണ്. അയാൾ അള്ളാഹുവിനെയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കാൻ ശ്രമിക്കുന്നവനാണ്. അതുകൊണ്ട് റസൂൽ പറഞ്ഞു, അനുസരണാബോധം മനോനിലയിലുണ്ടോ അയാൾക്കത് പുറത്തു കൊടുക്കും, അയാൾ സ്വർഗത്തിലെത്തും. അതില്ലേ ഈ ധിക്കാര മനോഭാവമാണോ അയാൾക്കത് പുറത്തു കൊടുക്കൂല, അയാൾ സ്വർഗത്തിൽ പോകൂല എന്നാണ്. അതുകൊണ്ട് ഈ മനോനില റെഡിയാക്കുക. അത് അള്ളാഹിനെ ബോധ്യപ്പെടുത്തിയാൽ അള്ളാഹുവിൻ്റെ അരികിൽ ഞാൻ തൗബ ചെയ്തവനായി, അത് അള്ളാഹുവിനാണ്ട് സ്വീകരിക്കാൻ തോന്നിയാൽ നാം തൗബ നേടിയവനായി. റമദാൻ കഴിയുമ്പോൾ നാം തൗബ ചെയ്താൽ പോരാ, തൗബ നേടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, അസ്സലവാത്തുൽ ഖംസു, 5 വഖത്ത് നിസ്കാരം, വൽ ജുമുഅതു ഇലൽ ജുമുഅ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ, വ റമളാനു ഇല റമളാൻ, ഒരു റമളാനു മുതൽക്ക് അടുത്ത റമളാൻ വരെ, മുകഫിറാത്തുൻ മാ ബൈനഹുന്ന, അതിനിടയിലുള്ള ചെറുപാപങ്ങൾക്ക് മാപ്പാണ്. അതൊക്കെ അയാൾക്ക് സംഭവിച്ച ചെറുപാപങ്ങൾക്കുള്ള പരിഹാരമാണ്. ഇദജ്തനബൽ കബായിർന, അയാൾ
എന്നാൽ ഇത് കാരണം ചെറുപാപങ്ങൾ അത് ഓർത്തിട്ടില്ലെങ്കിൽ പോലും അള്ളാഹു അയാൾക്ക് മാപ്പ് കൊടുക്കുന്ന ചെറുപാപങ്ങൾ അയാൾക്കത് ഓർമ്മയില്ല, മറന്നു വയ്ക്കുന്നു, എന്നാലും അള്ളാഹു സുബ്ഹാനഹു വതആല അത് മായ്ച്ചു കൊടുക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ നാളെ ഹസനാത്തിൻ്റെയും മീസാനിൻ്റെ ഹസനാത്തിൻ്റെയും സയ്യിആത്തിൻ്റെയും പട്ടിക വെക്കുന്ന സമയത്ത് അത് അതിൽ കാണൂല, അത് അല്ലാണ്ട് മായ്ച്ചു കൊടുക്കും. ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരേക്ക്, ഒരു റമദാനിലും അയാൾ നോമ്പെടുത്തോ ഇബാദത്ത് ചെയ്തു, അടുത്ത റമദാനിലും അയാൾ ഇബാദത്ത് ചെയ്ത അതിൻ്റെ ഇടക്ക് അള്ളാഹ് മാപ്പ് കൊടുക്കും. ഒരു ജുമഅയിൽ പങ്കെടുത്തു, അടുത്ത ജുമഅ വരെ, ഒരു നിസ്കാരം മുതൽ അടുത്ത നിസ്കാരം വരെ വൻപാപങ്ങൾക്ക് ഇതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടെ ഞാൻ ഒരു ഹദീസ് ഗൗരവത്തിൽ പറയാം. ആ ഹദീസ് നമുക്ക് ദുരുപയോഗം ചെയ്യാം, യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാം. എന്താണെന്നറിയോ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കാൻ പള്ളിയിൽ വന്ന സമയത്ത് ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, റസൂലെ, ഞാനൊരു അന്യ പെണ്ണിനെ ചുംബിച്ചു. റസൂലുള്ളാഹിനോട് റസൂലുള്ളാഹി ഒന്നും പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തൗബ ചോദിക്കാണ്, എന്താണ് ഞാൻ ഇതിന് പരിഹാരം ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. റസൂലുള്ളാഹി ഒന്നും പറഞ്ഞില്ല, മെയിൻ ചെയ്തില്ല. അങ്ങനെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഈ സഹാബി വീണ്ടും ഇത് ആവർത്തിച്ചു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വുളു എടുത്തില്ലേ ചോദിച്ചു. ഞാൻ വുളു എടുത്തിരുന്നു. ഇതിൻ്റെ കൂടെ നിസ്കരിച്ചില്ലേ ചോദിച്ചു. നിസ്കരിച്ചിരുന്നു. എങ്കിൽ അതിനുള്ള പരിഹാരം ആയി എന്ന് പറഞ്ഞു. ഇതിഞ്ഞൊരാൾക്കുമാണെങ്കിൽ ഒരു പെണ്ണിനെ ചുംബിക്കലും സമാനമായ അയാൾക്ക് ചെയ്യാവുന്ന പാപങ്ങൾക്കും ഒരു ദുരുപയോഗത്തിന് സർട്ടിഫിക്കറ്റ് ഇത് ഉപയോഗിക്കാം. എന്നാൽ ആ സഹാബിയുടെ മനോനിലയാണ് അവിടുത്തെ പ്രധാന വിഷയം. മനോനില എന്താണ്? അയാളെ സംബന്ധിച്ച് ഇത് പാപം ചെയ്യാനുള്ള ഒരു മാർഗമായിട്ടല്ല റസൂലിനോട് ഫത്വ. പിന്നെന്താണ്? ചെയ്ത പാപത്തിനുള്ള പരിഹാരമായിട്ടാണ്. ഒരാൾ ഈ വിഷയത്തിൽ ഫത്വ ചോദിക്കുന്നത് ഈ രണ്ടാലൊരു സാധ്യത വെച്ചിട്ടാണ്. ഒന്നുകിൽ താൻ ചെയ്യുന്ന പാപങ്ങൾക്ക് ഒരു ഫത്വ വെട്ടണം. എന്തിന്? ഞാൻ ചെയ്യുന്ന പാപങ്ങളുടെ സാധൂകരണത്തിന്, അത് ചെയ്യാനുള്ള അനുമതിക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇളവിന് എനിക്കൊരു ഫത്വ കിട്ടണമെന്ന് വിചാരിച്ചു കണ്ട ആൾക്കാർ ചോദിക്കും പാപം ചെയ്യാൻ. രണ്ടാമത്തത്, സംഭവിച്ചു പോയ പാപത്തിൽ നിന്ന് മുക്തി നേടാൻ എന്ന ലക്ഷ്യത്തോടെയും ഫത്വ ചോദിക്കും. ഈ സഹാബി ചോദിച്ചത് ഇതിൻ്റെ വിഷയത്തിലാണ്. അപ്പൊ ഇത് ഒരു നിസ്കാരം കൊണ്ട് മായ്ക്കപ്പെടുന്ന, പ്രത്യേക തൗബയില്ലാതെ നിസ്കാരം കൊണ്ട് മായ്ക്കപ്പെടുന്ന പാപത്തിൽ, ചെറുപാപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടുത്തിയിരിക്കുന്നു സമാനമായ പാപങ്ങൾ. ആ പാപങ്ങൾക്ക് അയാൾ ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരം വരെ അതിൻ്റെ അടുത്തുള്ള വൻപാപം ഒഴികെ ചെറുപാപങ്ങൾക്കുള്ള പരിഹാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഈ ചെറുപാപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെണ്ണിനെ ചുംബിച്ചു എന്നതാണ്. അതേ സന്ദർഭത്തിൽ അയാൾക്കറിയാം ഇതൊരു ചെറുപാപമാണ്, അതുകൊണ്ട് ഇതൊക്കെ ഒരു നിസ്കാരം കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ, അതുകൊണ്ട് ഇപ്പൊ ഏതായാലും കിട്ടിയത് മുതലാക്കട്ടെ എന്ന് വെച്ചാൽ അത് അയാളുടെ വിഷയത്തിൽ ചെറുപാപമല്ല, വൻപാപമാണ്. എന്തുകൊണ്ട്? അയാൾ ഇസ്ലാമിക ശരീഅത്തിനെ ദുരുപയോഗം ചെയ്തു എന്ന മാനസികമായ വൻപാപമാണ് ചെയ്തത്. ഇതാണ് മുനാഫിക്കിന്റെ സ്വഭാവം. അയാൾ ചെയ്തത് ഒരു പെണ്ണിനെ ചുംബിച്ചു എന്നുള്ളതല്ല, പിന്നെയോ ഇസ്ലാമിക ശരീഅത്തിനെ ദുരുപയോഗം ചെയ്തു എന്ന വൻപാപമാണ് അയാൾ ചെയ്തത്. എന്താണ്? ഇതൊരു ചെറിയ പാപല്ലേ, ഞാൻ അടുത്ത നിസ്കാരത്തിൽ തീരും, അതുകൊണ്ട് ഇപ്പോഴത്തെ കിട്ടിയ ചാൻസ് നഷ്ടപ്പെടുത്തണ്ട എന്നാണ് അയാളെ മൈൻഡിലുള്ളതെങ്കിൽ, സമാനമായിട്ട് എല്ലാ പാപത്തിന്റെ വിഷയവും അത് പിന്നെ എപ്പോഴേ പരിഹരിക്കാം എന്ന് വിചാരിച്ചാൽ ഇപ്പൊ കിട്ടിയ ചാൻസിൽ പന്നിയിറച്ചി തിന്ന, ഇപ്പൊ കിട്ടിയ ചാൻസിൽ അയാൾ ശിർക്ക് ചെയ്യുക, കുഫർ ചെയ്യുക, ഇസ്ലാമിനെതിരെ പരിഹസിക്കുക, എന്നിട്ട് അടുത്ത വക്തിൽ അയാൾ നിസ്കാരത്തിൽ അള്ളാഹുവെ പുറത്തിരഞ്ഞെന്ന് പറഞ്ഞാൽ അള്ളാഹ് പുറത്തിരുന്ന് ഇയാൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ ആ ചെയ്തതിലല്ല അയാൾക്കുള്ള വിധി, ആ സമയത്ത് അയാളുടെ മനോനിലക്കാണ് വിധി. അയാൾ ഇസ്ലാമിനെ നിസ്സാരവൽക്കരിച്ചു, ഇസ്ലാമിനെ കൊച്ചാക്കി, അള്ളാഹുവിന്റെ ശരീഅത്തിനെ ദുരുപയോഗം ചെയ്തു. അത് ചെറിയ പാപമല്ല, അത് വൻപാപാണ്. ഞാൻ അതിനെടുത്ത് പറഞ്ഞിട്ട് അയാൾ തൗബ ചെയ്യണം. അല്ലാതെ ഞാൻ ഒരു പെണ്ണിനെ ചുംബിച്ചു എന്ന് പറഞ്ഞ് തൗബ ചെയ്തിട്ട് അയാൾക്ക് തൗബ കിട്ടാൻ പോണില്ല. ഞാൻ ഇങ്ങനെ ഒരു പന്നിയിറച്ചി കിട്ടിയ ചാൻസിൽ തിന്നു എന്ന് പറഞ്ഞ് അതിന് തൗബ ചെയ്തിട്ട് കാര്യമില്ല. പിന്നെയോ അയാൾ തൗബ ചെയ്യേണ്ട ഈ മനോനിലക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഹദീസ് പോലത്തത്, ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ ഹദീസ് പോലത്തെ ഒരാൾക്ക് വേണമെങ്കിൽ താൻ ചെയ്യുന്ന പാപത്തിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ദുരുപയോഗം ചെയ്യാം, അല്ലെങ്കിൽ താൻ ചെയ്യുന്ന പാപങ്ങൾ നിർത്തലാക്കാൻ അയാൾക്ക് ഇതൊരു കാരണമാവാം. അതുകൊണ്ട് മുഅ്മിനീങ്ങളിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത്, മുനാഫിക്കുകളിലല്ല നമ്മൾ ഉൾപ്പെടേണ്ടത്. ഈ ഹദീസ് നീ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ ഇതൊക്കെ അവനാന്റെ കയ്യിൽ കിട്ടും. അവനാന്റെ കയ്യിൽ ഇന്ന് സൗകര്യങ്ങളും സെർച്ചിങ് പിന്നെ സംവിധാനമൊക്കെ ഉള്ളതുകൊണ്ട് ഹദീസുകളൊക്കെ നമ്മളെ കയ്യിൽ കിട്ടും. അങ്ങനെ ഒരു ഹദീസ് ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ ഒരു ചെറിയ പാപാണില്ലേ, അങ്ങനെയാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോളി അവനത് ദുരുപയോഗം ചെയ്തു. അപ്പൊ പെണ്ണിനെ ചുംബിക്കലൊക്കെ ചെറിയൊരു പരിപാടിയാണല്ലേ എന്നാണ് അയാളുടെ മൈൻഡിലെങ്കിൽ അത്
അയാളുടെ മനോനിലയുടെ വ്യത്യാസമാണ്. അതേ സന്ദർഭത്തിൽ അതിന് തൗബ നേടാൻ വേണ്ടിയുള്ള കണ്ണോടെയാണ് അയാൾ ചിന്തിക്കുന്നതെങ്കിൽ അയാളുടെ മനോനില അനുസരണ ബോധമുള്ള മനോനിലയാണ്. ഇതിലേക്കാണ് അള്ളാന്റെ നോട്ടം. ഈ മനോനില നമ്മൾ ശരിയാക്കണം, കാപട്യം വെടിയണം. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ സത്യസന്ധരാവണം. അള്ളാഹുവിന്റെ മുമ്പിൽ എൻ്റെ ആത്മാർത്ഥത ഞാൻ ബോധ്യപ്പെടുത്തണം. അള്ളാഹു അത്തരം മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد والحمد لله رب العالمين.